ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ശ്രീലക്ഷ്മി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. അപ്പം എത്രത്തോളം കംപ്ലീറ്റ് ആവുമെന്ന് അറിയത്തില്ല ഇത്തവണയും. അപ്പം പറ്റുന്ന പോലെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് രാവിലെ എണീറ്റിട്ടുണ്ട്. കാർത്തിയാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിലേ പറ്റത്തുള്ളൂ. പക്ഷേ പെട്ടെന്ന് എണീക്കുമെന്ന് തോന്നുന്നു, കാരണം ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടില്ല. അപ്പോൾ ഒരു കള്ളമയക്കമാണ് കേട്ടോ, പൂച്ചമയക്കമാണ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ പെട്ടെന്ന് റെഡിയാക്കുവാണ് ഫുഡ്. അപ്പം കടുങ്കാപ്പി, ഒരടുപ്പത്ത് കടുങ്കാപ്പിയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. കടുങ്കാപ്പി റെഡിയായി. അപ്പോൾ ആ ടൈമിൽ മറ്റേ അടുപ്പിലോട്ട് നമ്മൾ ഇഡലി റെഡിയാക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പം ഒറ്റ ട്രിപ്പിൽ അങ്ങ് കഴിഞ്ഞോളുമല്ലോ, രണ്ടും കൂടെ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇഡലി എടുക്കുവാണ്. അപ്പോൾ ഇഡലിയുടെ കൂടി ഇന്നും തക്കാളി ചട്നിയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും കഴിഞ്ഞ ദിവസം ഇവള് തക്കാളി ചട്നിയല്ലേ ഉണ്ടാക്കിയത്, എന്നും ഈ തക്കാളി ചട്നി തന്നെ ആണോ എന്ന്. പക്ഷേ ഇന്ന് ഞാൻ എന്നും ഉണ്ടാക്കുന്ന പോലെ അല്ല ഉണ്ടാക്കുന്നത്, കാരണം കുറച്ച് വേറിട്ട രീതിയിലാണ്. ഞാനാണെങ്കിൽ യൂട്യൂബിൽ കണ്ടിട്ട് അതുപോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അത് ഈസിയാണെന്ന് കണ്ടു. അപ്പോൾ എന്നാൽ ഈസി അല്ലേ, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങയൊക്കെ റെഡിയാക്കിയായിരുന്നു കേട്ടോ. പക്ഷേ ലാസ്റ്റ് നിമിഷമാണ് ഞാൻ പ്ലാൻ മാറ്റിയത്. അപ്പോൾ ഇന്നും അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ടൈം തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ തക്കാളി ചട്നി ഉണ്ടാക്കുന്നത്. ഞാൻ വീട്ടിലൊന്നും അങ്ങനെ കുക്ക് ചെയ്യാത്ത ഒരാളാണ്. മാത്രമല്ല ഈ തക്കാളി ചട്നിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കണ്ടുപിടിച്ച് തുടങ്ങിയത്. എനിക്കിതൊന്നും ഉണ്ടാക്കാനും അറിയത്തില്ല, ഞാനിതൊന്നും കൂട്ടിയിട്ടുമില്ല കേട്ടോ. പക്ഷേ ഇവിടെ വരുമ്പോഴാണല്ലോ, നമ്മൾ മാറി താമസിക്കുമ്പോഴാണ് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം നമ്മൾ നോക്കുന്നത്. എല്ലാം യൂട്യൂബിൻ്റെ ആ ഒരു ഇതിലാണ്. പിന്നെ ഞാൻ അമ്മയോട് വിളിച്ച് ചോദിക്കും കേട്ടോ. ഡൗട്ടുള്ളതൊക്കെ ചിലതൊക്കെ അമ്മയോട് ചോദിക്കും. അമ്മേതായിട്ടുള്ള കുറേ റെസിപ്പീസൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അതും സക്സസ് ആയിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ഉണ്ടാക്കുന്നത് യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ ഒരു സവാളയ്ക്ക് ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അത് മാത്രമേ ഉള്ളൂ. പച്ചമുളകും വെളുത്തുള്ളിയൊന്നും നമ്മൾ അരിയണ്ട. വെളുത്തുള്ളി നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഇടുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ചൂടാവുക, എന്നിട്ട് ഈ വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി അത്രയും മൂക്കണ്ട കേട്ടോ, എൻ്റെ ഇത്തിരി മൂത്ത് പോയി. അത് കഴിഞ്ഞിട്ട് സവാള തട്ടുക. സവാള അങ്ങോട്ടൊന്ന് ഇളക്കി വരുമ്പോഴത്തേക്ക് തക്കാളി ഇടുക. തക്കാളി ഒരെണ്ണം ഫുൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു തക്കാളി ഇടുക. അത് കഴിഞ്ഞിട്ട് കടുവറ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഉപ്പിടുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും ഇട്ടിട്ട് അത് തണുക്കാൻ വെക്കുക. തണുത്ത് കഴിഞ്ഞിട്ട് മാത്രം മിക്സിയിലിട്ട് അരയ്ക്കുക. അപ്പോൾ അരയ്ക്കുമ്പം ഇവനാണ് മെയിനായിട്ട് ഈ തേങ്ങയും കൂടെ ചേർക്കുക. അപ്പോൾ എനിക്കറിയത്തില്ല, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാനത് വിട്ടുപോയി പറയാൻ. ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കടുക് വറുക്കുക. കടുക് വറുക്കുമ്പോൾ എല്ലാവരും അവരവരുടെ രീതിയിൽ വറുത്താൽ മതി. എനിക്കാണെങ്കിൽ കടുക് വറുക്കുമ്പോൾ ഈ ഉഴുന്നിടാനും മറ്റേ വറ്റൽമുളക് ഇടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കാണാനും ഇഷ്ടമാണ്, അതിൻ്റെ ടേസ്റ്റും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. കടുകും കടുകും മറ്റേ എന്താണ് പറയുന്നത്, കരിവേപ്പിലയും മറ്റേ വറ്റൽമുളകും മാത്രം ഇട്ടാൽ മതി. വേണമെങ്കിൽ ഉഴുന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഇഷ്ടമുള്ളവർക്ക് മാത്രം അത് ചെയ്താൽ മതി. എനിക്കിഷ്ടമാണ്, ഞാൻ ഇട്ടാണ് കേട്ടോ. ഇത് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങയും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടും. പിന്നെ കളറാണെങ്കിൽ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ. എനിക്കപ്പോൾ ഇഷ്ടപ്പെട്ടു, കാണാൻ തന്നെ നല്ല രസമുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ കൂട്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള റെസിപ്പി ഇല്ലേ, അതായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് ഒന്നുകൂടെ. കാരണം ഇതിന് ഇത്തിരി പുളി കൂടുതലാണ്. പച്ചമുളക് ആഡ് ചെയ്യത്തോണ്ടാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഞാൻ പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചേട്ടന് ഇഷ്ടപ്പെട്ടു. ചേട്ടന് കാരണം ഒരുപാട് എരിയൊന്നും വേണമെന്നില്ല, കാരണം ഈ പുളിയുടെ ഫ്ലേവറും ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ തക്കാളി ചട്നി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് മറ്റേതായിരുന്നു കേട്ടോ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചേട്ടന് പോകാൻ ടൈമായി, ചേട്ടൻ ഓഫീസിൽ പോയി കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടും ചേട്ടനെ പോയി യാത്രയൊക്കെ അയച്ചിട്ട് തിരിച്ചു വന്നു. കാർത്തിയപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം അവന് ഇനി അടുത്തത് ഫുഡ് കൊടുത്തിട്ടാണ് കേട്ടോ. ഞാനപ്പോൾ ഫുഡ് കൊടുത്തത് കാണിച്ചില്ല. കുഞ്ഞിന് ഫുഡ് കൊടുത്തിട്ട് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുവാണ് കേട്ടോ. ക്യാരറ്റ് തോരൻ അപ്പോൾ ഇന്നലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ തലേ ദിവസമേ നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചാൽ നല്ല ഉപകാരമായിരിക്കും കേട്ടോ. കാരണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഇപ്പം രാവിലെ അപ്പം നമുക്ക് അരിയാനും പറക്കാനുമാണ് കുറച്ചുകൂടെ താമസം. അപ്പം എല്ലാം അങ്ങനെ ഉണ്ടാക്കും. നമ്മുടെ അമ്മമാരൊക്കെ അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് ബിഗിനേഴ്സായിട്ടുള്ളവരുടെ കാര്യമാണ് കേട്ടോ. കാരണം തലേ ദിവസമേ ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും, കുറച്ചുകൂടെ കാര്യം പെട്ടെന്ന് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് വെക്കത്തതേ ഉള്ളൂ. വൈകിട്ടോ ഉച്ചയ്ക്കോ ചേട്ടൻ വരുമ്പം അത് വിരിക്കും കേട്ടോ. കാരണം മുകളിൽ പോകുന്നത് കുറച്ച് ടാസ്ക്കാണ് കുഞ്ഞിനെ കൊണ്ട് പോകുന്നത്. ഇനിയിപ്പം ആ ടൈമിൽ കുഞ്ഞിനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുളിപ്പിച്ചിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞിന് ചൂടുവെള്ളം വെച്ചതാണ് കേട്ടോ കുളിപ്പിക്കാൻ.
അപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കളിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളിവിടെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതവൻ്റെ ഫേവറേറ്റ് ഇതാണ് കേട്ടോ, കളിപ്പാട്ടമാണ്. ഞങ്ങൾക്ക് അവന് 28-ന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. കുഞ്ഞിൻ്റെ 28-ന് അന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ പുറകെ ഇരിക്കുന്ന ടെഡിയാണെങ്കിൽ എൻ്റേതാണ് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. എനിക്ക് എൻ്റെ അനിയനാണെങ്കിൽ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേക്ക്. 2-3 വർഷം മുമ്പുള്ള ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഞാനതൊക്കെ പൊന്നെ പോലെ സൂക്ഷിക്കുന്നതാണ്. എനിക്ക് ടെഡിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനിയിപ്പം കാർത്തിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് എന്തായാലും മിഷൻ സക്സസ് ആയിട്ടുണ്ട്. കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ പോയി കുഞ്ഞിനുള്ള ഫുഡിന് അടുത്ത ട്രിപ്പ് കൊടുക്കാനുള്ളതും റെഡിയാക്കി വെക്കാം. പിന്നെ ചേട്ടൻ വന്നായിരുന്നു. അപ്പം പിന്നെ ചോറ് വിളമ്പി കേട്ടോ. അപ്പം ചോറും പച്ചമോരും പയറുമെഴുക്കുവരട്ടി ഉണ്ടാക്കിയത് കാണിച്ചല്ലോ. അപ്പം പയറുമെഴുക്കുവരട്ടി, ക്യാരറ്റ് തോരനും അച്ചാറും ചമ്മന്തിപ്പൊടിയുമാണ്. പിന്നെ വേറെ എന്ത് വേണം? ഇത്രയും പോരെ. അപ്പോൾ സെറ്റാണ്. അപ്പം അച്ചാറാണെങ്കിൽ എനിക്ക് സിന്തോമ്മ അമ്മയുടെ കൊടുത്തു വിട്ടതാണ് കേട്ടോ. അച്ചാർ നാരങ്ങ അച്ചാറും മാങ്ങാച്ചാറും കൊടുത്തു വിട്ടായിരുന്നു. അപ്പോൾ നാരങ്ങയാണ് ഇന്ന് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് വിധം അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ചമ്മന്തിപ്പൊടി അമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം അതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കഴിഞ്ഞുകൂടാ ഇങ്ങനെ. ഇപ്പം ഇത് തീരുമ്പോൾ അടുത്ത ട്രിപ്പ് വരാൻ പറയണം. അപ്പം ഇപ്പം ഞങ്ങൾ വന്നിട്ടിപ്പോൾ കറക്റ്റ് 1 മാസമായിട്ടുണ്ട് കേട്ടോ. അപ്പം 2 തവണ വന്നു വീട്ടിൽ നിന്നാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചേട്ടൻ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് കുഞ്ഞ് കറക്റ്റ് ടൈമിൽ ഉണർന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അച്ഛനെ പറഞ്ഞു വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാൻ. അങ്ങനെ ചേട്ടൻ പോയിട്ടുണ്ട്. അപ്പം ചേട്ടൻ പോകുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും ചേട്ടൻ നൈറ്റ് ആവും വരാൻ. അപ്പോൾ ആ ടൈമിൽ ഇനിയും ഞങ്ങൾ അടുത്ത പരിപാടിയിലോട്ട് പോവാണ്. അപ്പോൾ പോകാറായപ്പോഴത്തേക്ക് നല്ല മഴക്കോളുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഉറങ്ങിപ്പോയാൽ അറിയത്തില്ലല്ലോ. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ എന്തായാലും ചെയ്ത് തീർക്കാനുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം തൂത്ത് വരാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തൂത്ത് വാരി ഇടുവാണ് കേട്ടോ. അപ്പോൾ എല്ലാം തൂത്ത് വാരിയിട്ട് അപ്പോൾ ഇനി എണീക്കുമ്പം കുളിച്ചിട്ടങ്ങ് വിളക്ക് കൊളുത്തിയാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ ഉറക്കാൻ നോക്കുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉറങ്ങി എണീറ്റിട്ട് ദേ ഈ പടി കണ്ടോ. ഈ പടി കയറി ഞങ്ങൾക്ക് തുണി പറക്കാനുണ്ട് കേട്ടോ. അപ്പോൾ മഴക്കോള് കണ്ടുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പരിപാടിക്ക് പോയത്. സാധാരണ അങ്ങനെ ഞാൻ തുണി പറക്കാൻ ഇങ്ങനെ കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇപ്പം കുഞ്ഞുമായിട്ട് വന്നിട്ട് ഇപ്പം മേളിലോട്ട് കയറുന്നത് കേട്ടോ. അപ്പം ഇടുങ്ങിയ പടിയാണ് കണ്ടില്ലേ. അപ്പം കുഞ്ഞിനെ കൊണ്ട് നമ്മൾ പോകുമ്പോൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഇതുവഴി മേളിൽ കയറണ്ട, ഇതുപോലെ എടുക്കണ്ട എന്ന് പറയുന്നത് കേട്ടോ. വീട്ടിൽ വഴക്ക് പറയും ഇങ്ങനെ ഞാൻ മേളിൽ കയറി ഇങ്ങനെ എടുത്തെന്ന് അറിഞ്ഞാൽ. മാത്രമല്ല ഈ കറണ്ടിൻ്റെ ഇതെല്ലാം അടുത്തുകൂടാണ് പോയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടുന്ന് നമ്മൾ കുഞ്ഞിനെ കൊണ്ട് പോകുന്നത് പാടാണ്. അതുകൊണ്ടാണ് എടുക്കണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ കാര്യം എനിക്കിപ്പം മനസ്സിലായി. ഇത് നിങ്ങൾ നേരിട്ട് കണ്ടോ. പക്ഷേ ആ സത്യം പറയാലോ ലാബിനെ കാണിച്ചിട്ടില്ല. ലാബ് കാണത്തില്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ ആ വീഡിയോ വെച്ചെടുത്ത് കാണത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കയറി വന്നത്. എന്താ അല്ലേ കന്നഡക്കാരുടെ എടുത്തിട്ട് മലയാളത്തിൽ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ ആണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭാഷ അറിയത്തില്ല കേട്ടോ. കന്നഡയിൽ 1-2 വേർഡ്സൊക്കെ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ നമുക്ക് പേടി വരുമ്പോൾ അതൊന്നും ആലോചിക്കത്തില്ലല്ലോ.
അപ്പം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ താഴെ ഒരു ലാഭമുണ്ട് കേട്ടോ. അപ്പം ഇതെങ്ങനെ കയറി വന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾക്ക് താഴത്തെ ആ ലാഭമാണെങ്കിൽ ഞാൻ ആ തുണി കുഞ്ഞിനെ കൊണ്ട് വിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പുറകിൽ ഇങ്ങനെ എന്തോ ഒരു കാൽപ്പെരുമാറ്റം തോന്നി. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം എൻ്റെ മുമ്പിൽ നിൽക്കുവാണ്. അതായത് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ, പക്ഷെ അത് വീഡിയോയിൽ വന്നിട്ടില്ല, കാരണം അതിൻ്റെ മറവിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പേടിച്ച് പോയി സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഓണർ താഴേന്ന് വിളിച്ചെന്ന് തോന്നുന്നു. എന്തായാലും അത് പോയി, ഒന്നും പറ്റിയില്ല. അതിങ്ങനെ പല്ലൊക്കെ കാണിച്ച് ഇങ്ങനെ പേടിപ്പിച്ച് കുരയ്ക്കാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കടുങ്കാപ്പി ഇട്ടു. ഇത് താഴെ അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഞങ്ങളുടെ തൊട്ട് താഴെയാണ് അമ്പലം. അപ്പോൾ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇവിടുത്തെ അമ്പലങ്ങളിലെ ഒരു പ്രത്യേകതയാണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയാമോ? ബൺ മസ്ക് ഇറാനി ചായ. നല്ലതായിരുന്നു കേട്ടോ, ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റെസിപ്പി ഞാൻ പുറകെ ഇടാം കേട്ടോ, വേറെ വീഡിയോ ആയിട്ടിടാം, സെപ്പറേറ്റ് വീഡിയോ ആയിട്ടിടാം. അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ഒരു വീഡിയോ ആയിട്ട് പോകും കേട്ടോ. സൂപ്പർ സാധനമായിരുന്നു. ഞങ്ങളുടെ ബണ്ണിന് ഇത്തിരി വലുപ്പം കൂടിപ്പോയി, അതാണ് കേട്ടോ എൻ്റെ ചെള്ളയിലായത് കണ്ടിട്ട്. പാതി ജീവൻ കൊണ്ട് ദേഹം വന്നതോ. പാട്ട് ശരിയായില്ല, എന്താ കുഞ്ഞൊരു ഉമ്മ വന്നു കേട്ടോ, എനിക്കത് മതി.